3 ദിവസം പത്രസമ്മേളനം നടത്തി. 3-ാമത്തെ ദിവസം രാത്രി ഇവിടുന്ന് ഞാൻ പോകുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, കാര്യങ്ങൾ കേൾക്കുന്നു വളരെ വിശദമായി. അദ്ദേഹം 5 മിനിറ്റാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത്. ഞാനൊന്ന് തള്ളാതിരുന്നതാണ്. കാരണം നമുക്ക് അത്യാവശ്യത്തിന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തെക്കാളും വലിയ ആളൊന്നും എനിക്കാവണം എന്ന ആഗ്രഹം അന്നുമില്ല, ഇന്നുമില്ല. 37 മിനിറ്റ് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ. 37 മിനിറ്റ്. നിങ്ങൾക്കറിയോ, 9 പേജുണ്ട് ഇത്. അത് വായിച്ചു തീരാൻ തന്നെ 10-12 മിനിറ്റ് എടുക്കും. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ ക്ലിയറായി പറഞ്ഞെടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളെടുക്കാനാണെന്നല്ല എനിക്കറിയില്ലായിരുന്നു. നമ്മളൊരു വാപ്പാന്റെ അടുത്ത് നമ്മളെ കാര്യങ്ങൾ പറയല്ലേ. അത് കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റുള്ളൂ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, സി എം എനിക്ക് ചില കാര്യങ്ങൾ സി എമ്മിനോട് പറയാനുണ്ട്. ആരും ഇത് പറയില്ല, എനിക്കിനി പറയല്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. പറയുന്നു വന്നു. ഇപ്പം പറഞ്ഞു, സി എമ്മേ 2021 2ാമത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സി എമ്മിനെ കൊണ്ടാണ്. ഞാനടക്കം നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് സി എമ്മിന്റെ വോട്ടിന്റെ ഒരു ഭാഗം എനിക്കുള്ളത് കൊണ്ടാണ്. അന്ന് സി എം കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. സി എമ്മിനെ ഇപ്പൊ നാട്ടിലെ സ്ഥിതി അറിയാൻ ചോദിച്ചത്. അദ്ദേഹം ഒന്നും മണ്ടല്ല, അന്നിന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, സി എമ്മെ ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. സി എമ്മിന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 0-ൽ നിന്ന് അത് തിരിച്ച് 25%, 30%-ലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് സി എം എ. ഇതാണ് സ്ഥിതി. എന്നിട്ട് ഞാൻ കൈനീട്ടി. സി എം ഇരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. ഞാൻ പറയാണ്, എൻ്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ, എൻ്റെ വാപ്പാനെ കൊടുക്കുന്ന ആൾ എന്നാണ്, അവനാണ് ഇതിന്റെ കാരണക്കാരൻ. സീമ ഒരു നിമിഷം അവിടെ നിന്ന് ഇരുത്തരുത്, വലിയ അപകടത്തിലേക്ക് പോവും. ഒന്നും മിണ്ടല്ല.